സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു. അശ്വിൻ എന്ന അച്ചു. കുസൃതി കുടുക്കയായ അവനാണ് നീലിമയുടെ സ്ട്രെസ് ബെസ്റ്റ്. ഒരു ദിവസം അച്ചുവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു. ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ? ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ. വരനെ നിനക്ക് നന്നായിട്ട് അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ആദ്യ തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ വരില്ല. ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം. പറ്റില്ല എന്നാണെങ്കിൽ ശരി, അത് നിന്റെ ഇഷ്ടം. തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിമ ആദ്യം കരുതിയെങ്കിലും നീലിമ അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു.